ബ്രിക്സ്, അതായത് ബ്രസീൽ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഈ രാജ്യങ്ങളുടെ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഈ സംഭവം ബ്രിക്സ് എന്ന് പറയുന്നത്. പിന്നീട് അതിൻ്റെ ഇൻവൈറ്റീസൊക്കെ കയറി വരുന്നു. സൗദി അറേബ്യ, UAE, മറ്റുള്ള ചില രാഷ്ട്രങ്ങളൊക്കെ കയറി വരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇന്ത്യ അമേരിക്കൻ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിക്സിന് ഭയങ്കര പ്രാധാന്യം ഇന്ത്യയിലെ മീഡിയയും, പ്രത്യേകിച്ച് സാറ്റലൈറ്റ് മീഡിയ, യൂട്യൂബേഴ്സ്, മോദിയെ അനുകൂലിക്കുന്ന, സംഘപരിവാറിനെ അനുകൂലിക്കുന്ന മീഡിയകളൊക്കെ ബ്രിക്സിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തു. അതായത് ബ്രിക്സിൻ്റെ കറൻസി ഇതാ വരുന്നു, ഇന്ത്യ അത് അംഗീകരിക്കാൻ പോകുന്നു, ബ്രിക്സിൻ്റെ കറൻസി വന്നു കഴിഞ്ഞാൽ ഡോളറിനെ വെട്ടും. ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടം പോലെ അതിൻ്റെ അകത്ത് ഈ അർണബ് ഗോസ്വാമി, അതേപോലെ രാഹുൽ കൻവാൽ, അതേപോലെ ആൾക്കാരുകളൊക്കെ ഈ പറയുന്ന മോദിയെ, സംഘപരിവാറിനെ, RSSനെ പിന്തുണയ്ക്കുന്നവർ ഇഷ്ടം പോലെ ഡിബേറ്റ് ഒക്കെ അങ്ങ് നടത്തി. ബേസിക്കലി ഇന്നലെ ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ, അദ്ദേഹം കൃത്യമായിട്ട് ബ്രിക്സിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഈ പറയുന്ന ബ്രിക്സ് കറൻസി എന്ന് പറയുന്ന പ്രപ്പോസലിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചു. ആ പ്രപ്പോസലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്തിനാണ് ഈ ബ്രിക്സ് തുടങ്ങിയത്? അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരുന്നു. 2013 ബ്രിക്സ് എന്ന് പറയുന്നത് ഇൻഫോർമലായിട്ടുള്ളൊരു ടോക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചൈനയാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ചൈന ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? കാരണം ഈ ഡോളറിൻ്റെ ഡോമിനേഷൻ തീർക്കണം. കാരണം ചൈന ആ സമയത്ത് അതിനൊക്കെ മുമ്പ് തന്നെ ട്രേഡിൽ ലോകത്തിലെ ഏറ്റവും 1ാം സ്ഥാനത്തോട്ടങ്ങ് കയറി. അപ്പോൾ ചൈനയ്ക്ക് ഏറ്റവും അവർക്കറിയാം ഫ്യൂച്ചർ എന്ന് പറയുന്നത്, ചൈനയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അവർക്ക് ഏറ്റവും ബാരിയറായിട്ട് നിൽക്കുന്നത് ഈ ഡോളറായിരിക്കും, പ്രത്യേകിച്ച് അമേരിക്കൻ ഡോളറായിരിക്കും. അതേപോലെ തന്നെ അവർ ഭയക്കുന്നൊരു സംഭവമുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സംഭവം. അപ്പോൾ അതിനെ കൗണ്ടർ എങ്ങനെ ചെയ്യണം, ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ചൈനീസ് കറൻസിയെ ഗ്ലോബലായിട്ട് ആൾക്കാർ വിശ്വസിക്കാത്തത്? അതിനും കാരണമുണ്ട്. കാരണം ചൈനീസ് കറൻസി എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി ക്രെഡിബിൾ കറൻസി അല്ല. അതിന് വാല്യൂ കൂടുതലാണ്, ഇന്ത്യൻ കറൻസിയേക്കാളും വാല്യൂ, ഇതൊക്കെ സമ്മതിച്ചു. പക്ഷെ അവിടെ രാവിലെ വൈകുന്നേരം ഇവരാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന്. അതായത് ഗ്ലോബലായിട്ട് ഇന്നും ചൈനീസ് കറൻസി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും അമേരിക്കയുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ആ മേൽക്കോയ്മ തന്നെയാണ് ഇതിൻ്റെ കാരണം. ഇപ്പോൾ 2013 ഇൻഫോർമൽ മീറ്റിംഗ് ഉണ്ടായി. 2014 നരേന്ദ്രമോദി അതായത് മോദിയല്ല ഇത് തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഡെലിഗേറ്റ് എന്ന് പറയുന്ന, ഇന്ത്യൻ ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് തുടങ്ങിയത്. പക്ഷേ 2014 എക്സിക്യൂട്ടീവ് ചെയ്യുകയാണ് ആദ്യമായിട്ട് ബ്രിക്സിൻ്റെ, അതായത് ബ്രിക്സ് ബാങ്കിൻ്റെ ചെയർമാനായിട്ട് ICIC ബാങ്കിൻ്റെ ചെയർമാനായിരുന്ന KV കാമത്ത് അദ്ദേഹത്തിന് അപ്പോയിൻ്റ് ചെയ്യുക ബ്രിക്സ് ബാങ്ക്. അതിനകത്ത് മനസ്സിലാക്കുക, ചൈനയാണ് 40% സ്റ്റേക്ക് ഹോൾഡർ. ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യക്കും റഷ്യയ്ക്കും 20% ഉള്ളൂ. സൗത്ത് ആഫ്രിക്കയ്ക്കും ബ്രസീലിനും 18-16 ആ രീതി വെച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ചൈനയുടെയാണ് ഫുൾ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് 40%. ഈ സാധനം മുന്നോട്ട് പോയി. അതിനുശേഷം മോദി പവർഫുള്ളായി ഇന്ത്യയിൽ ഗ്ലോബലി, അതായത് അമേരിക്കയുമായിട്ട് ട്രേഡും ബിസിനസ്സും പരിപാടികളൊക്കെ 2013-ലെയും 2012-ലെയും പോലെ ട്രേഡ് കൂടി. അതായത് ഇന്ത്യയുടെ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന 2013-നേക്കാളിലും 2015-ഉം 2016-ഉം ആയപ്പം ഇതങ്ങ് ഇരട്ടിയായി. അതായത് ഇന്ത്യയുടെ വലിയ ട്രേഡ് പാർട്ട്ണറായിട്ട് അമേരിക്ക അങ്ങ് മാറി. പിക്ചറെ പതുക്കെ അങ്ങ് ഡൈലൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം ആ സമയത്ത് ഇതേപോലെ ബ്രിക്സ് കറൻസിയെ പറ്റിയുള്ള ഡിസ്കഷൻ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ഗ്ലോബലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ചൈന എന്ത് ചെയ്തു? ഇതിന് ഭയങ്കരമായിട്ട് ഇന്ത്യയിൽ ലോബിയിങ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ഉദ്ദേശിക്കരുത്, ഈ പറയുന്ന ഇവിടുത്തെ സംഘപരിവാർ മീഡിയയാണെങ്കിലും സംഘപരിവാർ RSSൻ്റെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ്,
നിങ്ങൾ വിശ്വസിക്കരുത് ഇൻഡിപെൻഡൻറ്റ് വ്യൂ ആണെന്ന് ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. എന്തൊക്കെയാണ് അമേരിക്കയിൽ ലോബിയിങ് നടക്കുന്ന അതേപോലെ തന്നെ ഡൽഹിയിലും ഉണ്ട്. ഇന്ത്യയിലും ലോബിയിസ്റ്റ് ഉണ്ട്. മീഡിയ ഉപയോഗിക്കും. അതേപോലെ ഈ പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ആർമി ജനറൽസിനെ എയർഫോഴ്സിൻ്റെ ആൾക്കാർ ഉപയോഗിക്കും. ഇതൊക്കെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ആർമിയുടെ റിട്ടയർ മേജർ ജനറലും ബ്രിഗേഡ് എയർഫോഴ്സിൻ്റെ എയർ മാർഷലും എയർ വൈസ് മാർഷലും ഒക്കെ ഈ പറയുന്ന ചാനലിനകത്തും യൂട്യൂബിനകത്തൊക്കെ ഇരുന്ന് പറയുകയാണ് ബ്രിക്സ് കറൻസി കൊണ്ടുവന്ന ഇന്ത്യ രക്ഷപ്പെടും. അതെ, ഇവനൊക്കെ എന്ത് ബോധമുള്ള എക്കോണമിയെ പറ്റി. അപ്പം ഇത് കേരളത്തിലും ഡിസ്കഷനെ, കേരളത്തിലെ ഈ സംഘപരിവാറും അവരുടെ യൂട്യൂബൊക്കെ ഇപ്പോൾ ബ്രിക്സ് വരുന്നു, ഡോളർ പൊളിഞ്ഞു പോകുന്നൊരു കാര്യം മനസ്സിലാക്കുക. ഡോളറിന് മേൽക്കോയ്മയുണ്ട്. പക്ഷെ അതെങ്ങനെ ഗ്രാജുവൽ പ്രോസസ്സിൽ ഇല്ലാതാക്കും? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഈ സംഭവം പോയിക്കൊണ്ടിരുന്ന സമയത്താണ് പിന്നീട് ട്രംപ് വരുന്നത്, അമേരിക്കൻ പ്രസിഡൻ്റായിട്ട്. അതായത് ട്രംപ് ഫസ്റ്റ് ടൈം വരുന്നത്. അയാൾ കൃത്യമായിട്ട് മോദിയോടന്ന് കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന ബ്രിക്സ് കറൻസിയുമായിട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യയെ നശിപ്പിക്കും. ഉണ്ടായ സംഭവം ഇത്. ഇന്ത്യയെ മാത്രമല്ല, അതിൻ്റെ കൂടെ നിൽക്കുന്ന സൗത്ത് ആഫ്രിക്കയാണെങ്കിലും ബ്രസീലിലെ തോലയ്ക്കുമെന്ന് പറഞ്ഞു. ഉണ്ടായതായ സംഭവം. കാരണം ട്രംപ് അങ്ങനെ ഇതായിട്ടാണ് പറയുന്നത്, ഫേസ് ടു ഫേസാണ് പറയുന്നത്, നശിപ്പിക്കുമെന്ന് തന്നെ പറഞ്ഞു. ഇതാണ് സംഭവം, ഇതിൻ്റെ രണ്ടാമത്തെ പിച്ചെന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും ജിയോ പൊളിറ്റിക്സിൽ മാറ്റമുണ്ടായി. നിങ്ങൾക്കറിയാം, റഷ്യ ഉക്രൈൻ വാർ ഉണ്ടാകുന്നു. അപ്പം ഈ വാറിൻ്റെ പ്രത്യേകത എന്താണ്? റഷ്യ ഐസൊലേറ്റഡ് ആയിപ്പോയി. അവരുടെ ഓയിൽ വിറ്റിട്ട് അമേരിക്കൻ ബാങ്കുകൾ, ലോകത്തിലെ ഗ്ലോബൽ ബാങ്കുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന അമേരിക്കയാണ്. സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്ന അമേരിക്കൻ സംഭവമാണ്. ബാങ്കിങ് ട്രാൻസാക്ഷൻ കോഡാണ് ഈ സംഭവം. കാരണം റഷ്യക്കെതിരെ ഉപരോധം വരുന്നു. പക്ഷേ അവർക്കത് ഓയിൽ വിൽക്കുകയും ചെയ്യണം. അവർ പറഞ്ഞ്, ഇന്ത്യയോട് പറഞ്ഞ്, ഇന്ത്യൻ കറൻസി തന്നാൽ പകുതി നിങ്ങൾ ഡോളറോ മറ്റുള്ള കറൻസിയോ തരാൻ പറഞ്ഞു. ഇന്ത്യ പകുതി ഇന്ത്യൻ കറൻസി കൊടുത്തു. പക്ഷേ ഇന്ത്യൻ കറൻസി ഇത് അവിടെ അങ്ങ് കൂടാൻ തുടങ്ങി. ഇതാരും എടുക്കുന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? റഷ്യ പറഞ്ഞു, ഒരു കാര്യം യുവാൻ, അതായത് ചൈനീസ് കറൻസി ഇതാ. ഈ റിലയൻസിനെ കൊണ്ട് ചൈന, ഈ പറയുന്ന റഷ്യ കുറച്ചൊക്കെ അവരുടെ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന, ക്രൂഡ് മേടിച്ചതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന ചൈനീസ് കറൻസിയിലാണ്. ബേസിക്കലി റഷ്യ ഉക്രൈൻ വാറോടുകൂടി വ്ലാദിമിർ പുടിൻ ഒരു തീരുമാനം, രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുത്തു. എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൊണ്ടുവന്ന് ബ്രിക്സിൽ കൊണ്ടുവരണം. വെറുതെ ഒന്നുമല്ല അദ്ദേഹം ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹവും ലോബിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ത്യയുമായിട്ട്. മനസ്സിലാക്കുക, ഇന്ത്യയുടെ പഴയ ഡിപ്ലോമാറ്റ്സ്, ഇപ്പോഴുള്ള ഡിപ്ലോമാറ്റ്സും ഒക്കെ റഷ്യയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം ഇന്ത്യ റഷ്യ ബന്ധം പഴയ ഒരു ബന്ധമാണ്. അതേപോലെ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ട്. അതേപോലെ ഇന്ത്യൻ ബ്യൂറോക്രാറ്റ്സുമായിട്ടും ബന്ധമുണ്ട്. ഇന്ത്യൻ ജേർണലിസ്റ്റുമായിട്ടും ബന്ധമുണ്ട്. പഴയൊരു ബന്ധമാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഇവരെയും കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചു ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആയാലും സാറ്റലൈറ്റ് മീഡിയ ആയാലും പത്രങ്ങളിൽ, അതായത് ബ്രിക്സിൻ്റെ കറൻസി വരണം. കാരണം റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് അവർക്ക് ഈ സംഭവങ്ങൾ ട്രാൻസാക്ഷൻ നടക്കാതായി. അവരങ്ങ് പെട്ടുപോയി ഇതിനകത്ത്. ഇതാണ് ബേസിക്കലി ഇത് പെട്ടെന്ന് ഈ ഇഷ്യൂ വീണ്ടും അങ്ങ് തിളച്ചു മറിയാൻ കാരണം. പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ ഉണ്ടാകുന്നു, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നു, അമേരിക്കയുടെ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നു, ട്രംപുമായിട്ട് മോദി ഉടക്കുണ്ടാകുന്നു. പെട്ടെന്ന് മോദി പോകുന്നു ചൈനയിൽ പോയിട്ട് പറയുന്നു, അതായത് ബ്രിക്സിൻ്റെ പ്രപ്പോസല് ഇന്ത്യ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. മോദി കാണിച്ച ബ്ലണ്ടർ. അത് കഴിഞ്ഞ് തിരിച്ച് മോദി ഇന്ത്യയിൽ തിരിച്ചു വരുന്നു. പൊട്ടുന്ന വ്ളാദിമിർ പുടിൻ കാണാൻ വരുന്നു. സംഭവത്തിൻ്റെ പിച്ചങ്ങ് മാറി. അപ്പോഴത്തേക്ക് അമേരിക്ക എടുത്ത് ഇന്ത്യ ഒരു കുടച്ചിലങ്ങ് കുറഞ്ഞു. മനസ്സിലാകുക, ട്രേഡ് ടോക്സിനകത്ത് ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതൊന്നും പുറത്ത് വരത്തില്ല. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് ഒഫീഷ്യലി അൺഒഫീഷ്യലി പറഞ്ഞു, ഇന്ത്യ ഇതിൽ നിന്നും പിന്മാറും, ബ്രിക്സ് കറൻസിയിൽ നിന്ന് പിന്മാറും,
ഇന്ത്യ അതിൻ്റെ അകത്തൊരു സ്റ്റേക്ക് ഹോൾഡർ അല്ല, കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. അതേപോലെ ഇതിൻ്റെ അകത്ത് ഈ ഇൻവൈറ്റീസായിട്ട് സൗദി അറേബ്യ, UAE, മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ടുവന്നു. അവിടെയും വളരെ കൃത്യമായിട്ട് ആ രാജ്യങ്ങളും, അതായത് ഇൻവൈറ്റീസായിട്ട് വന്ന രാജ്യങ്ങളും പറഞ്ഞു ഞങ്ങൾ ഇതുമായിട്ട് ചേർന്ന് പോകാൻ തയ്യാറല്ല, ബ്രിക്സ് എന്ന് പറഞ്ഞൊരു കറൻസിയുമായിട്ട് ചേർന്ന് പോകാൻ തയ്യാറല്ല. അത് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയിലെ ബ്രിക്സ് നേഷൻസിൻ്റെ നേവൽ എക്സർസൈസ് തുടങ്ങി. അതും പറയാം, അവിടെയും പ്രശ്നമുണ്ടായി. അതായത് മൾട്ടിപ്പിൾ പ്രശ്നത്തിൽ നിന്നും മൾട്ടിപ്പിൾ പ്രശ്നമായിട്ടും അങ്ങോട്ട് പോയി. അവിടെ ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായിട്ടൊരു നിലപാടെടുത്തു, ആ നേവൽ എക്സർസൈസിൽ പങ്കെടുക്കുന്നില്ല. ഇതാണ് ഇൻട്രസ്റ്റിംഗ്. പങ്കെടുക്കുന്നില്ല, പിച്ചങ്ങ് മാറി. അതായത് ആദ്യമായിട്ട് ട്രംപും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനും കൃത്യമായിട്ട് ഇന്ത്യക്ക് സന്ദേശം കൊടുത്തു. അതായത് നിങ്ങൾ ബ്രിക്സുമായിട്ട് പോവുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് മോശമാകും. കൃത്യമായ സന്ദേശം കൊടുത്ത് ഇന്ത്യയിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾ വരില്ല. അതായത് കൃത്യമായ സന്ദേശം മോദിക്കും ടീമിനും കൊടുത്തു. അതായത് ഇന്ത്യയുടെ എക്കോണമിയെ നശിപ്പിക്കും. ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെയാണ് മോദിയും അതായത് കൂട്ടരും കൃത്യമായി പോയി സറണ്ടർ ചെയ്തു. അതായത് അങ്കിൾ സാം, അമേരിക്ക. അതായത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ബേസിക്കലി. കാരണം ഈ പറയുന്ന ഷീ ജിൻപിങ്ങിനെ കെട്ടിപ്പിടിച്ചതാണ് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. ഇത് തന്നെയാണ് ജപ്പാനും കൊറിയയാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇന്ത്യയോട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കരുത് വെറുതെ ഒരു ടോക്സ് അല്ല ഇത്. ഇതിനകത്തൊരു ഹാർഡ് കോർ മെറ്റൽ ഒരു സംഭവമുണ്ട്. എന്താണ് ഈ രാജ്യങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യയോട്? കാരണം അവരുടെയൊക്കെ ശത്രു രാജ്യമായിട്ടാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇന്ത്യ നിൽക്കുന്നു, അത് ഇന്ത്യ എതിരായിട്ട്. പിന്നെ നിങ്ങൾക്കറിയാം, പിന്നെ ഗാൽവാൻ ഇഷ്യൂ ഉണ്ടായി, ചൈന ഇന്ത്യയുടെ അതിർത്തി ഡിസ്പ്യൂട്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഒരു സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ചിലപ്പോൾ അടുക്കും, വലിയ സൗഹൃദ രാജ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഇന്ത്യയും ചൈനയുമായിട്ട് അടുക്കത്തില്ല, ഒരു കാരണവശാലും. ചൈനയുടെ ഏറ്റവും വലിയ സംഭവം, അവർ ബോർഡറിൽ ഏറ്റവും കാണുന്ന പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. അവിടെയാണ് മോദി ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമസിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇതിനെ ന്യൂട്രലായിട്ടങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു. മീൻവൈൽ എന്താണ് അമേരിക്ക സൗത്ത് ആഫ്രിക്കയെ ചെയ്തത്? നിങ്ങൾക്കറിയാം, സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് റാംബോസ, പ്രൈം മിനിസ്റ്റർ റാംബോസ വൈറ്റ് ഹൗസിൽ പോയി. അയാളെ അങ്ങ് ആംബുഷ് ചെയ്തു. അവർ പേടിച്ചങ്ങ് പിന്മാറി. സൗത്ത് ആഫ്രിക്ക കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തൊന്നും അവരില്ല. ലൂല അതേപോലെ ബ്രസീലിയൻ പ്രസിഡന്റ്, അദ്ദേഹവും ഈ പറയുന്ന ബ്രിക്സ് കറൻസിയുമായിട്ട് വലിയ സംഭവമായിട്ട് പോയതാണ്. അവരും ഗ്രാജുവലി അങ്ങ് പിന്മാറി. അമേരിക്ക കൃത്യമായ വാണിംഗ് കൊടുത്തു, അയാളെ എടുത്ത് ഏത് സമയം എടുത്ത് ദൂരക്കളെ അവിടെ പ്രശ്നമുണ്ടാക്കും. ഇത് അമേരിക്ക വിചാരിച്ചാൽ ഈ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും നടക്കും. ഇത് അവരത് നടത്തിയിട്ടുമുണ്ട്, അവരത് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ചെയ്യുന്നൊന്നുമല്ല. ഒരു ഭരണാധികാരിയെ തെറിപ്പിക്കുക, അവിടെ പ്രശ്നമുണ്ടാക്കുക, വേറൊരാളെ കൊണ്ടുവെക്കുക. അവർ ഗ്ലോബലി ചെയ്യുന്നതാണ് ഈ സംഭവങ്ങൾ. ഇപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതായത് മോദി ഗവൺമെൻറ് അമേരിക്കയുടെ കാലയിൽ പിടിച്ച് സറണ്ടർ ചെയ്തു. ബ്രിക്സ് കറൻസിയുമായിട്ട് ഇന്ത്യ പോകുന്നില്ല. അപ്പോൾ ആരാ കളി കളിച്ചത്? കളി കളിച്ച് ട്രംപ് കളിച്ചു, മോദിയെ കൊണ്ടെടുത്ത് ദൂരെ കളയിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം ഇനി ഇതിനകത്ത് സംഭവം, ഇന്ത്യയുടെ വളരെ സെൻസിറ്റീവായിട്ട് വളരെ സീനിയറായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ അവർ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു, ഇത് ഇന്ത്യ പോകുന്ന ചതിയായിരിക്കും. അതിൻ്റെ കാരണം ചൈനീസ് ഡോമിനേഷനാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. ചൈനയ്ക്കാണ് 40% ചൈനയായിരിക്കും ഈ പറയുന്ന കറൻസി കൺട്രോൾ ചെയ്യുന്നത്. കാരണം വരാൻ പോകുന്ന 10, 25, 30 വർഷം ഒരു കാരണവശാലും ഇന്ത്യക്ക് ചൈനയുടെ അടുത്ത് എത്താൻ പറ്റത്തില്ല. കാരണം 2013 ചൈനീസ് എക്കോണമി എന്ന് പറയുന്ന 20-22 ട്രില്യൺ ആയിരുന്നു. ഇപ്പോൾ അത് കൂടിയിട്ടുമുണ്ട്. ഇന്ത്യൻ സാധനം, ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് പറയുന്ന 4 എന്ന് പറയുന്ന ട്രില്യൺ അവിടുന്ന് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം നമുക്കിത് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഈ പറയുന്ന ചൈനയും റഷ്യയും കൂടെ ഇന്ത്യയുടെ മാക്സിമം ഇതിൽ കൂട്ട് ചാടിക്കാൻ ശ്രമിച്ചു. ആദ്യം ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ചാടിപ്പോയി ട്രംപുമായിട്ടുള്ള പ്രശ്നത്തിൽ. കാര്യങ്ങളെല്ലാം പിടികിട്ടി നമ്മൾ ഈ ബ്രിക്സ് എന്ന് പറയുന്നതിനെ ചവിട്ടിക്കൂട്ടി ദൂരെ കളഞ്ഞു. ഇതാണ് ഉണ്ടായത്. ഇതാണ് SCO, അതായത് ഷങ്കായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിനകത്ത് ഇന്ത്യ പോയി ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ് പറ്റി ഏറ്റവും ബ്ലണ്ടറായിപ്പോയി. ഈ വ്ളാദിമിർ പുടിനായിട്ട് പോയിട്ട് പ്രശ്നമൊന്നും അമേരിക്കയ്ക്കില്ല. അമേരിക്ക പൊട്ടൻഷ്യൽ ശത്രുവായിട്ട് കാണുന്നവർ ഈ പറയുന്ന ചൈനയാണ്. അപ്പോൾ ഇന്ത്യയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്ത് 2 രാജ്യങ്ങളുണ്ട്. ചൈന ശത്രുവായിട്ട് കാണുന്ന കൊറിയയുണ്ട്, ജപ്പാനുണ്ട്. അപ്പോൾ അവരേത് സ്റ്റാൻഡ് എടുക്കും? അതായത് മോദി ഡിപ്ലോമസിയുടെ ഫ്ലോപ്പ് ഷോ ആണ് ഞാനിത് പറയുന്നത്. ജിയോ പൊളിറ്റിക്സിൽ മോദിക്ക് പലതും നേടി, പക്ഷെ അതിൻ്റെ 4 ഇരട്ടി കൊണ്ട് കുളമാക്കി കളഞ്ഞു. അതാണ് ഈ കഴിഞ്ഞ 1.5 വർഷം ഇന്ത്യൻ ഡിപ്ലോമസി ഗ്ലോബലി കുളമായി പോയത്. അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പം മോദി ഗവൺമെൻറ് വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം നമ്മളൊന്നും നേടിയില്ല, നഷ്ടപ്പെട്ടതും മുഴുവൻ ഇന്ത്യക്കാണ്. അതേസമയം പാകിസ്ഥാൻ ഗെയിൻ ചെയ്തു. എവിടെയാണ് പാകിസ്ഥാൻ ഗെയിൻ ചെയ്തത്? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. പാകിസ്ഥാനിൽ നിങ്ങൾക്കറിയാം, അവിടെ ഭയങ്കരമായിട്ട് ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഇന്ത്യ ടുഡേ, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുക ഇന്ത്യ ടുഡേ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാനിൽ ഉണ്ടായ സംഭവം, അസിം മുനീറും ട്രംപുമായിട്ട് ലോഹ്യമായി. അയാൾ ട്രംപിന് കൊടുത്ത വാഗ്ദാനമുണ്ട്, പാകിസ്ഥാനിലെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്തില്ല. അതായത് ക്രിസ്ത്യാനികൾക്ക് അവർ ബ്ലാസ്മീത്, അതായത് ഹാർഡ് കോർ മുസ്ലിം ഗ്രൂപ്പുകൾ ക്രിസ്ത്യാനികളെ കൊല്ലത്തില്ല. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ 1 വർഷം കൊണ്ട് പാകിസ്ഥാനിലെ ക്രിസ്ത്യൻസിനെതിരെയുള്ള അറ്റാക്ക് റാപ്പിഡായിട്ട് അങ്ങ് കുറഞ്ഞു. ഹാർഡ് കോർ ഇസ്ലാമിക ഗ്രൂപ്പുകളെല്ലാം പുറകോട്ടങ്ങ് വലിച്ചു. കാരണം അവിടുത്തെ ഗവൺമെൻറ്റിനേക്കാളും പവർഫുള്ളാണ് അവിടുത്തെ പട്ടാളം. അവിടുത്തെ പട്ടാളം അതങ്ങ് കൈകാര്യം ചെയ്തു. ഇതാണ് പാകിസ്ഥാനിലുണ്ടായ മാറ്റം. ഇതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് ട്രംപ് അസിം മുനീറിനെ നേരിട്ടാണ് വിളിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡീലെന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് പെട്ടുപോയത്. ബ്രിക്സുമായിട്ട് പോയി, ബ്രിക്സ് നടക്കുന്നില്ല, അവസാനം ഗവൺമെൻറ് തന്നെ ബ്രിക്സിനെ പൊളിക്കുന്നു. ബ്രിക്സിൻ്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്ന ഇന്ത്യയിലാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന കറൻസിയുമായിട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വരത്തില്ല, 100%. ഇത് റഷ്യയുടെ പ്ലാനും പൊളിഞ്ഞു പോയി. അതായത് ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ബ്രിക്സ് പൊളിയുന്നത് ഉറപ്പായിട്ടും ചില രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നമ്മുടെ കറൻസിയെ തന്നെ ബാധിക്കും. കാരണം നമുക്ക് എവിടെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഈ ഡോളറിൻ്റെ ഭയങ്കര ഡോമിനേഷൻ കുറയ്ക്കണമെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷെ അത് എങ്ങനെയാണ് ഇത് കുറയ്ക്കുന്നത്? അപ്പം അതിന് ചൈനയുടെ കൂടെ പോയിട്ടല്ല ഇത് കുറയ്ക്കാൻ പറ്റുന്നത്. അതായത് ചൈന നമ്മളെ വിഴുങ്ങും, ഇതാണ് ഉണ്ടാവുന്നത്. അതായത് ഡ്രാഗൺ എലിഫൻറ്റിനെ വിഴുങ്ങുന്നു. ഇതിലോട്ട് കൊണ്ടു കൊടുക്കാൻ പോയത് സംഭവമാണ് ബേസിക്കലി നരേന്ദ്രമോദി പെട്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ BJPയുടെ ചാനലുകൾക്ക് ബോധ്യമായതും. കാരണം അവർക്കിപ്പോഴാണ് ബോധ്യമായത് ഇത് നടക്കുന്ന കാര്യമല്ല. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മോദിയെ കൊണ്ട് തന്നെ ബ്രിക്സിൻ്റെ തലയടിച്ചു പൊട്ടിച്ചു. ഇതാണ് ഉണ്ടായത്.